നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. മറ്റൊന്നുമല്ല, കപ്പലണ്ടിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ റോസ്റ്റഡ് അല്ല മസാലക്കടലയുടെയൊക്കെ റേറ്റിൻ്റെ, ഹോൾസെയിൽ കടല റേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കരുനാഗപ്പള്ളിയിൽ. അപ്പോൾ കുറേ പേര് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നല്ലതാണോ എങ്ങനെയാണെന്നൊക്കെ, ചെറിയ കടലയാണോ അതോ കുറച്ചും കൂടെ വലിപ്പമുള്ളതാണോ എന്നൊക്കെ കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റിലൂടെ വന്നിട്ടും. അപ്പോൾ ഇത് നല്ല ആണെന്നുള്ളതിന് ഏക തെളിവ് ഇനി ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. കാരണം ഈ റോസ്റ്റ് അരിയിൽ ചിലതൊക്കെ മേടിക്കുന്നത് ഭയങ്കര ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നോക്ക്, വലിയ വലിപ്പമുള്ളതൊന്നും അല്ല, തീരെ ചെറുതല്ല, ഒരു മീഡിയം വലിപ്പമുള്ളതാണ്. എന്നാടേ ഇതാണ് ഇതിൻ്റെ സൈസ്. അതുപോലെ കടലയുടെ അത് തന്നെ സൈസുമാണ് കേട്ടോ. നിലക്കടലയ്ക്കൊന്നും വലിയ സൈസ് കൂടിയതോ അങ്ങനെയൊന്നും ഒന്നുമല്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മസാലക്കടല ഇനിയിപ്പോൾ ഞങ്ങൾ 3 ബോട്ടിലാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ കടലയായാലും ഇത് ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ തിന്ന് കൊടുത്തു ഇത്രയും ദിവസം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഈ കൂടെ അങ്ങ് ചെയ്യുക കേട്ടോ. വേറൊന്നുമല്ല, ഇത് കരുനാഗപ്പള്ളി ടൗണിന് തൊട്ട് മുൻപായിട്ട് കരുനാഗപ്പള്ളി ചന്തയ്ക്കകത്ത് പരിപ്പ് കട, അതാണ് നമ്മുടെ ഹോൾസെയിലർ. കൊച്ചു കടയാണ്, പക്ഷെ അവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.